നമസ്കാരം. പ്രധാന വാർത്തകൾ. ആഗോള അയ്യപ്പ സംഗമം. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പങ്കെടുക്കില്ല. ശബരിമലയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പങ്കെടുക്കില്ല. മുൻകൂട്ടി തീരുമാനിച്ച പരിപാടി ഉണ്ടായതിനാലാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതെന്ന് തമിഴ്നാട് സർക്കാർ വ്യക്തമാക്കി. തന്റെ അഭാവത്തിൽ 2 മന്ത്രിമാരെ നിയോഗിച്ചതായും സ്റ്റാലിൻ അറിയിച്ചു. അയ്യപ്പ സംഘത്തിലേക്ക് എം.കെ. സ്റ്റാലിനെ ക്ഷണിച്ചതിനെതിരായി ബി.ജെ.പി. രംഗത്ത് വന്നിരുന്നു. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ CPM സർക്കാർ അയ്യപ്പ സംഗമം ആഘോഷിക്കുന്നത് ഒരു നാടകവും ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗവുമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസ്. കെ സുരേന്ദ്രനെതിരായ ഹർജി പിൻവലിക്കാൻ സർക്കാരിന് അനുമതി. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിയ നടപടി ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജി പിൻവലിക്കാൻ സർക്കാരിന് ഹൈക്കോടതിയുടെ അനുമതി. കെ സുരേന്ദ്രനെതിരെ നൽകിയ റിവിഷൻ ഹർജി പിൻവലിക്കാനാണ് ഹൈക്കോടതി സർക്കാരിന് അനുമതി നൽകിയത്. റിവിഷൻ ഹർജി പിൻവലിച്ചത് സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് സർക്കാരിന്റെ നീക്കം. പുനഃപരിശോധനാ ഹർജിയല്ല, അപ്പീലാണ് നൽകേണ്ടതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാർ പുനഃപരിശോധനാ ഹർജി പിൻവലിക്കാൻ അനുമതി തേടിയത്. രാഹുലിനെതിരെയുള്ള അവന്തികയുടെ പരാതി വ്യാജം. ബി.ജെ.പി. ആണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ട്രാൻസ്ജെൻഡർ അവന്തികയ്ക്കെതിരെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അന്ന, മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ അവന്തിക നടത്തിയ ആരോപണം വ്യാജമാണെന്ന് അന്ന പറഞ്ഞു. മോശ സന്ദേശം അയച്ചെന്ന് പറഞ്ഞ് അവന്തിക പലരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെന്നും അന്ന കൂട്ടിച്ചേർത്തു. കേസ് കൊടുക്കുമെന്ന് കാണിച്ച് പല സർക്കാർ ഉദ്യോഗസ്ഥരെയും അവന്തിക ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. രാഹുലും അവന്തികയും അടുത്ത സുഹൃത്തുക്കളാണ്. ഞാനും അവന്തികയും വർഷങ്ങളായി ഒരുമിച്ച് താമസിക്കുന്നവരാണ്. മോശം മെസ്സേജ് അയച്ചു എന്ന് അവന്തിക തെളിയിക്കട്ടെ. രാഹുലിനോട് അവന്തിക ക്രഷാണെന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പ് ഉണ്ടെന്നും അന്ന പറഞ്ഞു. ചേർത്തലയിൽ പിതാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവം. മക്കൾ അറസ്റ്റിൽ. പിതാവിനെ മർദ്ദിക്കുന്ന വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പുതിയകാവ് സ്വദേശികളായ അഖിൽ, നിഖിൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇരുവരും പിതാവ് ചന്ദ്രശേഖരനോട് ക്രൂരമായി പെരുമാറിയെന്ന് പോലീസ് പറഞ്ഞു. പട്ടണക്കാട് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇരട്ട സഹോദരങ്ങളിൽ അഖിലായിരുന്നു പിതാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. നിഖിൽ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയായിരുന്നു. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. അവശനായ പിതാവിന്റെ കഴുത്ത് പിടിച്ചു ഞെരിച്ചും തലക്കടിച്ചുമായിരുന്നു മകന്റെ ക്രൂരത. അമ്മയുടെ മുന്നിൽ വെച്ചായിരുന്നു ആക്രമണം. മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അക്രമം. തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്ത് വാർഡംഗം ജീവനൊടുക്കിയ നിലയിൽ. ആര്യനാട് കോട്ടയ്ക്കകം വാർഡ് മെമ്പറായ ശ്രീജയാണ് മരിച്ചത്. രാവിലെ വീട്ടിൽ വെച്ച് ആസിഡ് കുടിക്കുകയായിരുന്നു. ഇത് കണ്ട വീട്ടുകാർ ഉടൻ തന്നെ ആര്യനാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ആരോപണവുമായി ശ്രീജയുടെ ഭർത്താവ് ജയൻ രംഗത്തെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു മോഹൻ ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ മനനൊന്താണ് ശ്രീജ ആത്മഹത്യ ചെയ്തെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഇന്നലെ ബിജു മോഹന്റെ നേതൃത്വത്തിൽ ശ്രീജയ്ക്കെതിരെ പ്രതിഷേധ യോഗം CPM സംഘടിപ്പിച്ചിരുന്നു. ശ്രീജ മൈക്രോ ഫിനാൻസുകളിൽ നിന്നെടുത്ത പണം തിരിച്ചു കൊടുക്കാത്തത് തട്ടിപ്പാണെന്നായിരുന്നു CPM-ന്റെ ആരോപണം. ഇതിൽ വലിയ മനോവിഷമത്തിലായിരുന്നു ശ്രീജയെന്ന് ഭർത്താവ് ജയൻ പറഞ്ഞു. പൂജപ്പുര ജയിലിൽ ക്യാന്റീനിലെ മോഷണം. പ്രതി പിടിയിൽ. പോത്തൻകോട് സ്വദേശി മുഹമ്മദ് അബ്ദുൾ ഹാദിയാണ് പിടിയിലായത്. പത്തനംതിട്ട തിരുവല്ലത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. മോഷ്ടിച്ച തുക കൊണ്ട് പ്രതി ഐഫോണും മറ്റ് സാധനങ്ങളും വാങ്ങി. മോഷണക്കേസിൽ ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. ജയിൽ ക്യാന്റീനിലെ കൗണ്ടറിൽ ജോലി ചെയ്തിട്ടുണ്ട്. ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ ശേഷമാണ് മോഷണം നടത്തിയത്. ജയിൽ മോചിതനായി 10ാം ദിവസമാണ് മോഷണം നടത്തിയത്. പൂജപ്പുരയിൽ നിന്ന് ജഗതി ഭാഗത്തേക്കുള്ള റോഡരികിലായി സ്ഥിതി ചെയ്യുന്ന കഫറ്റീരിയയിലാണ് കഴിഞ്ഞ 18-ന് മോഷണം നടന്നത്. 4 ലക്ഷം രൂപയോളം നഷ്ടമായി. ഞെട്ടാൻ CPM കാത്തിരിക്കൂ. മുന്നറിയിപ്പുമായി VD സതീശൻ. CPM-നും BJP-ക്കും മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളം ഞെട്ടുന്ന ഒരു വാർത്ത വരും, CPM കാത്തിരിക്കൂ എന്നാണ് സതീശന്റെ മുന്നറിയിപ്പ്. BJP പ്രതിഷേധത്തിന് ഉപയോഗിച്ച കാളയെ ഉപേക്ഷിക്കരുതെന്നും കാളയുമായി വൈകാതെ BJP അധ്യക്ഷന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തേണ്ടി വരുമെന്നുമാണ് BJP സതീശൻ വെല്ലുവിളിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദം അടഞ്ഞ അധ്യായമായെന്നും സതീശൻ പ്രതികരിച്ചു. അതേസമയം ഒരു പേടിയില്ലെന്നായിരുന്നു CPM-ന്റെയും BJP-യുടെയും തിരിച്ചടി.
പത്തനംതിട്ടയിൽ ഓണപരീക്ഷ കഴിഞ്ഞ് ആറ്റിലിറങ്ങിയ 2 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടു. ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. പത്തനംതിട്ട അച്ചൻകോവിലാറ്റിൽ 2 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടു. ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. പത്തനംതിട്ട ചിറ്റൂർ സ്വദേശി അജസൽ അജി എന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മറ്റൊരാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. പത്തനംതിട്ട കല്ലറക്കടവിലാണ് അപകടമുണ്ടായത്. 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തെരച്ചിൽ തുടരുകയാണ്. അജീബ് സെലീന ദമ്പതികളുടെ ഏക മകനാണ് മരിച്ച അജ്സൽ അജി. ഉച്ചയ്ക്ക് 12:50ഓടെയാണ് കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത്. 30-ന് പ്രാദേശിക അവധി. 6 താലൂക്കുകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ബാധകം. നെഹ്റു ട്രോഫി വള്ളംകളി പ്രമാണിച്ച് ഓഗസ്റ്റ് 30-ന് ആലപ്പുഴയിൽ വിവിധ താലൂക്കുകളിൽ അവധി പ്രഖ്യാപിച്ചു. ചേർത്തല, അമ്പലപ്പുഴ, കുട്ടനാട്, കാർത്തികപ്പള്ളി, ചെങ്ങന്നൂർ, മാവേലിക്കര എന്നീ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചത്. ഓഗസ്റ്റ് 30-ന് പുന്നമടക്കായലിൽ നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായി നഗരസഭയുടെ നേതൃത്വത്തിലുള്ള സാംസ്കാരികോത്സവവും കലാസന്ധ്യയും പി ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിവസം ആഴ്ചയിൽ 5 ദിവസമാക്കാൻ ആലോചന. സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ചു. സെപ്റ്റംബർ 11-നാണ് യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ മുന്നിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ചിരിക്കുന്നത്. ഒരു സർവീസ് സംഘടനയിൽ നിന്നും 2 പ്രതിനിധികൾ വീതം യോഗത്തിൽ പങ്കെടുക്കാനാണ് കത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുൻകൂട്ടി അറിയിക്കാനായി ഒരു ഇമെയിൽ വിലാസവും സംഘടനകൾക്ക് അയച്ച കത്തിൽ നൽകിയിട്ടുണ്ട്. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച ശേഷമാണ് വിഷയത്തിൽ സർവീസ് സംഘടനകൾ നിലപാട് സ്വീകരിക്കുന്നത്.